ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു കാക്ക ഭക്ഷണത്തിനായി അങ്ങുമിങ്ങും പറക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഒരു വീടിന്റെ ഉമ്മറത്ത് വെച്ചിരുന്ന താലത്തിൽ നിന്ന് നല്ല നെയ്മണമുള്ള ഒരു നെയ്യപ്പം അവൻ കണ്ടു. ആരും കാണാതെ കാക്ക ആ അപ്പവും കൊത്തിയെടുത്ത് ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പറന്നു. കാട്ടിലെ ഒരു വലിയ മരത്തിന്റെ കൊമ്പിലിരുന്ന് സമാധാനമായി ആ അപ്പം കഴിക്കാമെന്ന് അവൻ കരുതി. നെയ്യപ്പത്തിന്റെ മണം കാറ്റിലു പടർന്നു. ആ വഴി വന്ന ഒരു കൗശലക്കാരനായ കുറുക്കൻ ഈ മണം പിടിച്ചെത്തി. മരക്കൊമ്പിലിരിക്കുന്ന കാക്കയെയും അവന്റെ കൊക്കിലിരിക്കുന്ന ആ വലിയ നെയ്യപ്പവും കണ്ടപ്പോ കുറുക്കന്റെ വായിൽ വെള്ളമൂറി. എങ്ങനെയെങ്കിലും ആ അപ്പം കൈക്കലാക്കണം, കുറുക്കൻ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ മരത്തിന് മുകളിലുള്ള കാക്കയെ പിടിക്കാൻ അവന് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവനൊരു തന്ത്രം പ്രയോഗിച്ചു. കുറുക്കൻ മരച്ചുവട്ടിൽ വന്ന് കാക്കയെ നോക്കി വളരെ സ്നേഹത്തോടെ വിളിച്ചു. ഓ വനത്തിലെ സുന്ദരനായ കാക്കേ, നിന്നെ കാണാൻ ഇന്ന് എന്ത് ഭംഗിയാണ്! നിന്റെ ചിറകുകൾക്ക് എന്ത് തിളക്കമാ! നിങ്ങളുടെ കണ്ണ് മുത്തുപോലെ തിളങ്ങുന്നു. ആഹാ, എന്ത് ഗാംഭീര്യമാണ് നിന്റെ ഇരിപ്പിന്! ആദ്യമൊന്നും കാക്ക ഇത് ശ്രദ്ധിച്ചില്ല. അവൻ അപ്പം കഴിക്കാനുള്ള തിരക്കിലായിരുന്നു. കുറുക്കൻ വിട്ടില്ല. അവൻ പുകഴ്ത്തല് തുടർന്നു. എല്ലാവരും പറയുന്നു കാക്കയുടെ ശബ്ദം മോശമാണെന്ന്. പക്ഷെ എനിക്കുറപ്പാണ്, ഇത്രയും ഭംഗിയുള്ള ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശബ്ദമായിരിക്കും ഉണ്ടാവുക എന്ന്. ഒരു വട്ടം നിന്റെ ആ മധുര ശബ്ദം എനിക്ക് കേൾപ്പിച്ചു തരാമോ? ആ പാട്ട് കേൾക്കാൻ ഈ കാട്ടിലെ പക്ഷികളെല്ലാം കാത്തിരിക്കുകയാ. ജീവിതത്തിൽ ഇന്നേ വരെ ആരും തന്നെ പുകഴ്ത്തിയിട്ടില്ലാത്ത കാക്കയ്ക്ക് കുറുക്കന്റെ വാക്കുകൾ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. താൻ വലിയൊരു ഗായകനാണെന്ന് അവൻ ഒരു നിമിഷം വിശ്വസിച്ചുപോയി. കുറുക്കനെ തന്റെ പാട്ട് കേൾപ്പിക്കണമെന്ന ആവേശത്തിൽ കാക്ക തലയുയർത്തി വായ തുറന്ന് ഉറക്കെ കരഞ്ഞു. വായ തുറന്നതും കൊക്കിലിരുന്ന നെയ്യപ്പം താഴേക്ക് വീണു. കാത്തു നിന്ന കുറുക്കൻ അത് നിലത്ത് വീഴുന്നതിന് മുൻപേ ചാടി പിടിച്ചു. അപ്പം കിട്ടിയതും കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് വിഡ്ഢി കാക്കേ, നിന്റെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നിനക്ക് ഒട്ടും ബുദ്ധിയില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതും പറഞ്ഞ് കുറുക്കൻ അപ്പവുമായി കാട്ടിലേക്ക് ഓടിമറഞ്ഞു. തന്റെ അമിത വിശ്വാസവും വിഡ്ഢിത്തവും ഓർത്ത് കാക്ക സങ്കടത്തോടെ മരക്കൊമ്പിലിരുന്നു. ഈ കഥയിലെ ഗുണപാഠം എന്തെന്നറിയാമോ? നമ്മളെ മുഖസ്തുതി പറഞ്ഞ് വശത്താക്കുന്നവരെ അന്ധമായി വിശ്വസിക്കരുത്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.